പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിനിറങ്ങും. ശക്തരായിട്ടുള്ള ബംഗളൂരു FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. രണ്ട് ടീമുകളെ സംബന്ധിച്ചും തീർത്തും നിർണായകമായിട്ടുള്ള മത്സരം തന്നെയാണ് നാളത്തേത്. നാളെ രാത്രി 7 മണിക്കായിരിക്കും മത്സരം ആരംഭിച്ചേക്കുക. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിട്ടുള്ള വിപിൻ മോഹനനും അതുപോലെ തന്നെ അലക്സാണ്ടർ കൊയ്ഫും നാളത്തെ മാച്ച് സ്ക്വാഡിൽ ഉണ്ടായേക്കും. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ രണ്ട് ടീമുകളും തീർത്തും മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തിരുന്നത്. നാളെ വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും കാണാൻ സാധിക്കുക എന്നുള്ളതിൽ സംശയമില്ല. ജേഴ്സി ഇഷ്ടപ്പെടുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലബ്ബ് ജേഴ്സികളും വിന്റേജുകളുടെ ജേഴ്സികളും എല്ലാം ലഭിക്കാൻ ഒരു വഴിയുണ്ട്. കുറഞ്ഞ വില കൊണ്ട് തന്നെ നിങ്ങൾക്ക് മികച്ച ക്വാളിറ്റി ജേഴ്സികൾ ലഭിക്കും. മാത്രമല്ല 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഡെലിവറി ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ ഡെലിവറി ട്രാക്കിംഗ് ഐഡിയും അവൈലബിൾ ആണ്. ആയതിനാൽ കുറഞ്ഞ വിലയ്ക്ക് മികച്ച ക്വാളിറ്റി ജേഴ്സികൾ ലഭിക്കണമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകൾ നിലവിലിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൈനിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ചർച്ചകൾ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത ആദ്യ ഓഫർ താരം റിജക്ട് ചെയ്യുകയായിരുന്നു. അതിനുശേഷം പുതിയൊരു ഓഫർ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാർക്കസിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പുതിയ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ നിശബ്ദരാകൂ എന്നാണ് മാർക്കസ് ആരാധകരോട് പറയുന്നത്. KL11 റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നെഗി പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പുതിയ ഫോറിൻ സ്ട്രൈക്കറിനെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ എഗ്രിമെന്റിൽ എത്തിയേക്കുമെന്നും 1-2 ദിവസത്തിനുള്ളിൽ ഈ ഒരു സൈനിങ് കംപ്ലീറ്റ് ആക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ആശിഷ് നെഗി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി ആരാധകർ ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല. ഒരു സൈനിങ് ഓൾമോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത ISL 11ാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ ലഭിച്ച വാർത്തകളായിരുന്നു ISL 11ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം സെപ്റ്റംബർ 15-നായിരിക്കും നടന്നേക്കുക എന്നുള്ളത്. ലഭിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഓണത്തിന്റെ അന്നായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL 11ാം സീസണിലെ ആദ്യ മത്സരം. IFT ന്യൂസ് മീഡിയയുടെ റൈറ്ററായിട്ടുള്ള റജിൻ വ്യക്തമാക്കുന്ന അനുസരിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആയിരിക്കും ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ആ ഒരു മത്സരത്തിനെ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്ക് അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.